ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ രാജേഷ്. ഞാൻ UK-യിൽ ഒരു ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് UK-യിൽ എങ്ങനെ ഒരാൾക്ക് ഇലക്ട്രീഷ്യനായി വർക്ക് ചെയ്യാം. അങ്ങനെ ഇലക്ട്രീഷ്യനായി വർക്ക് ചെയ്യണമെങ്കിൽ ഏതൊക്കെ കോഴ്സുകൾ പഠിക്കണം, ഈ കോഴ്സുകൾക്ക് എത്ര പൗണ്ട് ഫീസ് കൊടുക്കണം, ഇതിൻ്റെ കാലാവധി എത്ര, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. UK-യിൽ നമുക്ക് 3 വിധത്തിൽ ഇലക്ട്രീഷ്യൻ ആകാം. ഒന്ന്, നമുക്ക് കോളേജിലോ ട്രെയിനിങ് സെൻറ്ററിലോ പോയി ഇലക്ട്രിക്കൽ കോഴ്സ് പഠിച്ച് ഇലക്ട്രീഷ്യൻ ആകാം. രണ്ടാമത്തത്, അപ്രന്റീസ്ഷിപ്പിലൂടെ നമുക്ക് ഇലക്ട്രീഷ്യൻ ആകാം. മൂന്നാമത്തത്, എക്സ്പീരിയൻസ്ഡ് വർക്കർ അസസ്മെൻറ്റ്, അതിലൂടെയും നമുക്ക് ഇലക്ട്രീഷ്യൻ ആകാം. എക്സ്പീരിയൻസ്ഡ് വർക്കർ അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിക്കൽ ലേബറായി UK-യിൽ മിനിമം 5 വർഷമെങ്കിലും പൂർത്തിയായവർക്ക് മാത്രമേ ഈ ഒരു അസസ്മെൻറ്റ് വഴി ഇലക്ട്രീഷ്യനായി മാറാൻ സാധിക്കത്തുള്ളൂ. അപ്രന്റീസ്ഷിപ്പ് വഴിയാകുമ്പോൾ അത് 3 മുതൽ 5 വർഷം വരെ നമ്മൾ അപ്രന്റീസ്ഷിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇലക്ട്രീഷ്യൻ ആകാൻ സാധിക്കത്തുള്ളൂ. പിന്നുള്ളത്, നമുക്കൊരു കോളേജിലോ അല്ലെങ്കിൽ ട്രെയിനിങ് സെൻറ്ററിലോ പഠിച്ച് ഇലക്ട്രീഷ്യൻ ആകുക എന്നുള്ളതാണ്. നമുക്ക് ആ രീതി എങ്ങനെയാണെന്ന് പരിശോധിക്കാം. UK-യിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പല ലെവൽസായി തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇലക്ട്രീഷ്യൻ ആകുന്നതിന് നമുക്ക് ലെവൽ 3 വരെ പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ലെവൽ 1 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ കോഴ്സാണ്. അത് കഴിഞ്ഞാൽ ലെവൽ 2 ഇലക്ട്രീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ 2 വർഷ NCVT കോഴ്സ്, IT-യിൽ പഠിച്ച 2 വർഷ NCVT കോഴ്സിന് തുല്യമാണ് ഇവിടുത്തെ ലെവൽ 2. ലെവൽ 3 പോളിടെക്നിക് ഡിപ്ലോമ, 3 വർഷ പോളിടെക്നിക് ഡിപ്ലോമ. അത് കഴിഞ്ഞാൽ ലെവൽ 4, 5 എന്ന് പറയുന്നത് ഹയർ നാഷണൽ സർട്ടിഫിക്കറ്റ് ആൻഡ് ഹയർ നാഷണൽ ഡിപ്ലോമയാണ്. ലെവൽ 6 എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. നമ്മുടെ നാട്ടിലെ BTechന് തുല്യമാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് UK-യിൽ ലെവൽ 6 ആണ് അവരുടെ ലെവലായി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ കോളേജിലോ ട്രെയിനിങ് സെൻറ്ററിലോ നമുക്ക് കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഏത് ഫീൽഡിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ഡൊമസ്റ്റിക് ഇലക്ട്രീഷ്യൻ എന്നുള്ള ലേബലിലാണോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഇലക്ട്രിക്കലാണോ, ഇത് രണ്ടുമല്ല ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യനാണോ, നമുക്ക് ഏത് കോഴ്സാണോ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്, നമുക്ക് ആദ്യമേ അതിൽ കൃത്യമായ അറിവുണ്ടായിരിക്കണം. ഏത് ഫീൽഡാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആ ഫീൽഡിലുള്ള കോഴ്സുകൾ മാത്രമേ നമുക്ക് പഠിക്കാവൂ. അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് സിറ്റി ആൻഡ് ഗിൽസിൻ്റെ ഏതൊക്കെ കോഴ്സ് നമുക്ക് എടുക്കണം, ഏതൊക്കെ കോഴ്സ് പഠിച്ചാൽ നമുക്ക് ഗോൾഡ് കാർഡിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് 2 വർഷ ഇലക്ട്രിക്കൽ കോഴ്സോ അല്ലെങ്കിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സോ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഇലക്ട്രീഷ്യൻ ആകാം. പക്ഷേ UK-യിൽ നമുക്ക് അങ്ങനെ സാധിക്കത്തില്ല. കാരണം ഇവിടെ 6ഓളം കോഴ്സുകൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഗോൾഡ് കാർഡിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. അതിൽ മെയിനായി 4ഓളം കോഴ്സുകൾ ഉണ്ടാകും. അതിൻ്റെ കൂടെ അഡീഷണലായി 3 കോഴ്സ് അല്ലാതെയും പഠിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത് നമുക്ക് ഡിപ്ലോമയാണ്. ലെവൽ 3-ൽ നമുക്ക് എത്തണമെങ്കിൽ ഇലക്ട്രീഷ്യന്മാരുടെ മിനിമം ക്വാളിഫിക്കേഷനിൽ വരുന്നതാണ് ഈ പറയുന്ന ലെവൽ 3. ഈ ലെവൽ 3-ൽ എത്തണമെങ്കിൽ നമുക്ക് 3 കോഴ്സ് പഠിക്കണം. അതായത് ലെവൽ 2 ഡിപ്ലോമ, ലെവൽ 3 ഡിപ്ലോമ, 18th എഡിഷൻ വയറിംഗ് റെഗുലേഷൻ, അതായത് 236502, 236503 ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ. അതുകൂടാതെ BS 7671 18th എഡിഷൻ വയറിംഗ് റെഗുലേഷൻ. ഈ 3 കോഴ്സ് കഴിയുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് പാർട്ട് ഫിനിഷ് ആകുന്നത്. അതായത് നമ്മുടെ ലെവൽ 3 കംപ്ലീറ്റ് ആകും. അടുത്ത പാർട്ടെന്ന് പറയുന്നത് NVQ ആണ്. അത് അടുത്ത കോഴ്സാണ്. NVQ എന്ന് പറയുന്നത് നാഷണൽ വൊക്കേഷണൽ ക്വാളിഫിക്കേഷൻ
എന്നുള്ളതാണ്. അത് കംപ്ലീറ്റായിട്ട് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നമുക്ക് UK വർക്ക് ചെയ്ത് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോസ്, മറ്റ് എവിഡൻസ് കളക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അതിന് നമുക്കിവിടെ UK വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇൻസ്പെക്ഷൻ ടെസ്റ്റിംഗ് ആണ്. ഇൻസ്പെക്ഷൻ ടെസ്റ്റിംഗ് നമുക്ക് ഫിനിഷ് ആയി കഴിഞ്ഞാൽ അതിന് അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് AM2 അസസ്മെൻറ്റ്. AM2 അസസ്മെൻ്റ് എന്ന് പറയുന്നത് 2.5 ദിവസത്തെ പ്രാക്ടിക്കൽ എക്സാമാണ്. അപ്പോൾ നമുക്കതിന് മുന്നേ വരെ പഠിച്ചത് നമുക്ക് തിയറിയും പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെറിയൊരു പ്രാക്ടിക്കലുമാണ്. പക്ഷേ AM2 അസസ്മെൻ്റ് എന്ന് പറയുന്നത് 2.5 ദിവസം നമുക്ക് കണ്ടിന്യൂസ് പ്രാക്ടിക്കലാണ്. അത് നമ്മൾ സെൻറ്റർ ബുക്ക് ചെയ്ത് നമുക്കവിടെ പോയി എക്സാം ചെയ്യേണ്ടി വരും. അത് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കില്ല അതിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ നമുക്ക് ലെവൽ 2 ഡിപ്ലോമ, ലെവൽ 3 ഡിപ്ലോമ, 18th എഡിഷൻ വയറിംഗ് റെഗുലേഷൻ, NVQ, AM2 അസസ്മെൻറ്റ്, ഇൻസ്പെക്ഷൻ ടെസ്റ്റിംഗ്, ഇത്രയും കോഴ്സുകൾ നമ്മൾ പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് ECS എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ സ്കീമിൽ നമുക്ക് ഗോൾഡ് കാർഡിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഗോൾഡ് കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഈ ECSൻ്റെ വെബ്സൈറ്റിൽ നമുക്കൊരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ കോഴ്സുണ്ട്. അത് നമുക്ക് പാസ്സാകണം. അപ്പോൾ അത് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുവരെ പഠിച്ച എല്ലാ സർട്ടിഫിക്കറ്റും നമുക്കിതിൽ ആഡ് ചെയ്ത് നമുക്ക് ഗോൾഡ് കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ ഗോൾഡ് കാർഡ് എന്നുള്ള ലേബൽ ഇല്ലാതെയും നമുക്കിവിടെ ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ അതൊരു ഫുൾ ക്വാളിഫൈഡ് ഇലക്ട്രീഷ്യൻ ആകത്തില്ല. നമുക്ക് ഡിപ്ലോമ കഴിഞ്ഞാൽ 18th എഡിഷൻ വയറിംഗ് റെഗുലേഷൻ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇലക്ട്രിക്കൽ മാറ്റായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ലേബറായിട്ടോ നമുക്കിവിടെ വർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് NVQ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇലക്ട്രീഷ്യൻ എന്നുള്ള ഒരു ലേബലിലേക്ക് എത്തണമെങ്കിൽ ഇത്രയും കോഴ്സുകൾ നമുക്ക് പഠിക്കേണ്ടി വരും. ഇതിന് ഫീസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 7,500 to 9,500 ആകും. ഞാൻ പൗണ്ടിലാണ് പറഞ്ഞത് 7,500 to എന്ന് പറഞ്ഞത്. കാരണം ഈ എമൗണ്ട് വ്യത്യാസം വരുന്നത് നമ്മൾ നിൽക്കുന്ന സിറ്റി അനുസരിച്ചിരിക്കും. അതായത് ലണ്ടൻ ബേസ് ചെയ്താണെങ്കിൽ അത് 9,500 വരെ ആകും. UK വന്നിട്ടുള്ള പലരും ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങാത്തതിൻ്റെ, അതായത് ഇലക്ട്രീഷ്യൻ കോഴ്സ് പഠിച്ചും നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ഉള്ളവരും ഇവിടെ വന്നതിന് ശേഷം ഇലക്ട്രിക്കൽ ഫീൽഡിലേക്ക് ഇറങ്ങാത്തതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ ഇത്രയും കോഴ്സ് പഠിക്കേണ്ട ആവശ്യവും അതുപോലെ ഈ ഫീസ് കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ജോബിൽ കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഓരോരോ കോഴ്സുകളായി നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലുള്ളത് മാതിരി ഫുൾ ടൈം ക്ലാസ് കുറവാണ്. അതായത് ഒരു വീക്കിൽ 5 days ക്ലാസ് ഇല്ല. പകരം ഒരു വീക്കെൻഡോ അല്ലെങ്കിൽ ഒരു വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം, അത് ഏതുമാകാം, അതല്ലാതെ ഈവനിങ് ക്ലാസ്സോ ആണ് ഇവിടെ ഇലക്ട്രിക്കൽ കോഴ്സിന് സാധാരണയായിട്ടുള്ളത്. പിന്നെ അതല്ലാതെ ഓൺലൈൻ ക്ലാസ്സും കാണും. നാട്ടിൽ 2 വർഷം ഇലക്ട്രിക്കൽ NCVT കോഴ്സോ അല്ലെങ്കിൽ കേരള സിലബസിലോ പഠിച്ച് അല്ലെങ്കിൽ പോളിടെക്നിക്കിൽ 3 വർഷവും പഠിച്ച് UK വന്നിട്ടുള്ള ഒരാളിന് ഞാൻ ഇതുവരെ ഇപ്പോൾ പറഞ്ഞ എല്ലാ കോഴ്സും പഠിക്കേണ്ട ആവശ്യമില്ല. അവരുടെ സർട്ടിഫിക്കറ്റുകൾ UK കൺവേർട്ട് ചെയ്തതിന് ശേഷം അവർ ഏത് ലെവലിലാണോ നിൽക്കുന്നത് അതിന് ശേഷമുള്ള കോഴ്സുകൾ മാത്രം പഠിച്ചാൽ മതിയാകും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ഏതുമാകട്ടെ, എന്ത് സജഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം. ഞാനത് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ